ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. സത്യം പറയാം, എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ മാങ്ങാക്കറി. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് മാത്രം മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ മാങ്ങാക്കറിയാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കനത്തിലും അല്ല, എന്നാൽ ഒത്തിരി നൈസായിട്ടുമല്ല. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് വിനാഗിരി. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്കും ഹൈപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഞാൻ കറിക്കായിട്ടുള്ള സാധനം ഇവിടെ എടുത്ത് ഒരു ചെറിയ തേങ്ങ ഞാനെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാൽ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2-ാം പാൽ ഇതായി പാത്രത്തിൽ, കുറച്ച് ചുമന്നുള്ളി, ഒരു ചെറിയ സവാള, ഇച്ചിരി ഇഞ്ചി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കറിയൊക്കെ മൺചട്ടി തന്നെ തയ്യാറാക്കാം കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 ചുമന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അത് ചേർത്ത് കൊടുത്തു. 3-4 പച്ചമുളക് എടുക്കാം കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഒരു തണ്ട് കറി ലീഫ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കൈ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇരടിയെടുക്കുക കേട്ടോ. നമ്മുടെ ആ സവാളയൊക്കെ ഒന്നിങ്ങനെ എന്താ പറയുക, ഒന്ന് വാടി കിട്ടുന്ന ഒരു പരുവം പോലെ ആവണം. നമ്മുടെ കൈ കൊണ്ട് അത്രയ്ക്ക് നല്ലപോലെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ മഞ്ഞളൊക്കെ പുരട്ടി മാറ്റി വെച്ചിരുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-ാം പാൽ കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 കപ്പോളം ഉണ്ടായിരുന്നു 2-ാം പാൽ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതറിയാവുന്നവർ കാണും, അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മൾ ഈ കറി ഒന്ന് കഴിച്ച് നോക്കേണ്ട ഒരു കറി തന്നെയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പ് കത്തിച്ചു, ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ചൊക്കെ വരട്ടെ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചതെല്ലാം നല്ലപോലെ വറ്റി വരണം. മാങ്ങ കഷ്ണവും ആ ഉള്ളിയൊക്കെ നല്ല വെന്ത് കിട്ടുകയും വേണം. എന്നാൽ മാങ്ങ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് കടിച്ച് തിന്നാൻ കിട്ടണം മാങ്ങ. ആ പരുവത്തിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചാൽ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ നല്ലപോലെ ഇതൊന്ന് കുറുകി കിട്ടും. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള 1-ാം പാൽ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി തിളയ്ക്കാനൊന്നും പാടില്ല ഒരുപാട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇച്ചിരി കുറവായിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി ഇറക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഒരു 4-5 ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു 3-4 ഉണക്കമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1-2 തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ. അങ്ങനെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് കറിയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കറി അങ്ങനെ തന്നെ ഒന്ന് അടച്ച് വയ്ക്കുക. ഉടനെ എടുത്ത് സെർവ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് ഈ കറി എടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെയും ചുമന്നുള്ളിയുടെയൊക്കെ ഫ്ലേവർ നല്ലോണക്ക് നമ്മുടെ ഈ മാങ്ങ കഷ്ണത്തിലൊക്കെ പിടിച്ച് കിട്ടും. അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഒരു 10-20 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട് ഞാനിത് വെച്ചിട്ട്.
അത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഒന്ന് ഇളക്കിയെടുത്താൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലൊന്നും എങ്കിലും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ മീനും ഇറച്ചിയും എല്ലാം ഇപ്പോൾ കഴിക്കാതിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വെറൈറ്റി കറികൾ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.